സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. വീടിന്റെ പണിയൊക്കെ എന്തായി മഹേശി? എല്ലാം നന്നായിട്ട് പോകുന്നു. മേൽനോട്ടം എല്ലാം രമേശ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ആഗ്രഹിച്ച വീട് കൈവിട്ട് പോയതിൽ സേതുവേട്ടൻ നല്ല വിഷമം ഉണ്ടായിരിക്കും അല്ലേ മഹേശി? അത് കൊള്ളാം. കൈവിട്ട് പോയാലെന്താ, അതിനേക്കാളും നല്ല അടിപൊളി വീടല്ലേ ഇപ്പൊ വെച്ചോണ്ടിരിക്കുന്നത്. അമ്മയുടെ ആഗ്രഹം പോലെ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ. അതിന് അവള് കല്യാണത്തിന് സമ്മതം തരണ്ടേ? ഭാനുവിന്റെ കനിവുണ്ടായാലേ എല്ലാവർക്കും സ്വന്തം വീട്ടിൽ പോയി താമസിക്കാൻ പറ്റത്തുള്ളൂ. ഡേയ്, കേട്ടല്ലോ, ഇനി നീ തന്നെ തീരുമാനിച്ചാ മതി. അത് ശരി, ഇപ്പൊ എല്ലാം എന്റെ ചുമലായി അല്ലേ? എന്നാലേ ഇനി അത് വേണ്ട. എനിക്ക് പറ്റിയ ഒരാളെ നിങ്ങളൊക്കെ കൂടി കണ്ടുപിടിച്ചോ, ഞാൻ റെഡിയാ. നിന്ന് തമാശ പറയുന്നൊന്നും അല്ലല്ലോ അല്ലേ? അല്ല അമ്മേ, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കുന്ന ആള് എന്റെ പ്രൊഫഷൻ ആയിരിക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. അത് പിന്നെ അങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ. എന്തായാലും നിന്റെ സമ്മതം കിട്ടിയല്ലോ, അത് മതി. ബാക്കി ഞങ്ങൾ ഏറ്റു. ദേ, ഇനി വാക്ക് മാറ്റാതിരുന്നാ മതി. ഇല്ല അമ്മേ, ഇനിയും ഞാനൊരു വ്യക്തമായിട്ട് മറുപടി തന്നില്ലെങ്കിൽ ഈ മായച്ചി ഉൾപ്പെടെ എന്റെ ശത്രുവാകും. ഞാൻ എന്തായാലും നിന്റെ ശത്രു ആവത്തില്ല. അത് പിന്നെ എനിക്ക് അറിയില്ലേ. ഞാൻ പോയിട്ടെ ഭാവനയെ ചെന്ന് കാണട്ടെ. ഇങ്ങ് വന്നേ മായേ, ഇങ്ങ് വാ. ഒരു സൂചിയും നൂലും എടുത്ത് ദേ ഈ കീറിയിരിക്കുന്ന സ്ഥലം ഒന്ന് തുന്നി കൊടുക്കണം കേട്ടോ. അമ്മേ, തുന്നിയില്ലെങ്കിൽ അയ്യേ ചേച്ചി പറഞ്ഞ് മനസ്സിലാക്കി. അവൾക്ക് നല്ല മാറ്റം ഉണ്ടല്ലേ അമ്മേ? മാറ്റമൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നതിനൊക്കെ വളം വെച്ച് കൊടുക്കരുത്. കയറി വാ. ചേച്ചി, ഭാനു, ചേച്ചി, ഇതെന്താ നീ വൈകിയത്? ചേച്ചിയെ കാണാനുള്ള ആഗ്രഹത്തോടെയാ ഞാൻ ഓട്ടോയിൽ കയറിയത്. അപ്പൊ ഒടുക്കത്തെ ബ്ലോക്ക്. ആണോ? ചേച്ചി ഒന്ന് എണീറ്റേ. എന്തിനാ? എണീക്ക്. ചടങ്ങിന് എനിക്ക് വരാൻ കഴിഞ്ഞില്ല. ഭാവി ഞാനൊന്ന് കാണട്ടെ. എണീക്കേച്ചി. ചക്കരേ, മോന്റെ ഇളയമ്മയാടാ. ഒന്ന് ഇളയമ്മയെന്ന് വിളിച്ചേ, ഇളയമ്മയെന്ന് വിളിച്ചേ. പിന്നെ ഇല്ല, ഇപ്പൊ വിളിക്കും. എടി പൊട്ടിക്കാളി, അതിന് മോനാന്ന് നിന്നോട് ആരാടി പറഞ്ഞേ? എനിക്ക് മോനെയാമേ ഇഷ്ടം അല്ലേ ചേച്ചി? അതെ, ഇവിടെ നിന്റെ ഇഷ്ടത്തിനൊന്നും അല്ല പ്രാധാന്യം, ഭാവനയുടെയും സൂര്യയുടെയാ. തർക്കം വേണ്ട ഭാനു, മോള് തന്നെയാ. വീട്ടിൽ വെക്കുന്നോ? ഞാൻ പറയുന്ന മോനാന്നേ. മോളാണെന്നുള്ള കാര്യത്തിൽ എനിക്കും ഭാവനയ്ക്കും തർക്കമില്ലാത്തോണ്ട് വെറ്റുവെക്കുന്നില്ല അല്ലേ ഭാവന? അതെ, അത് ഞാൻ ചേച്ചി ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. ഇത് ഭാവനേച്ചിയെ പോലെ തന്നെ എല്ലാ സ്വഭാവ ഗുണങ്ങളും ഉള്ള, എല്ലാരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയുന്ന ഒരു മോള് തന്നെയായിരിക്കും. ആണോ? അങ്ങനെ ഒരു മോളിനെയല്ലേ ചേട്ടനും ഇഷ്ടം? ബെസ്റ്റ്. ഒരാളെ തന്നെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോഴാണ് അതേപോലെ മറ്റൊരാള്. ആഹാ, അങ്ങനെയാണോ? അയ്യോ, അല്ലല്ലല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്താ പറഞ്ഞേ? എന്നെ adjust ചെയ്ത് മതി, മതി, വിട്, വിട്, വിട്. Please, please, ഇങ്ങ് വാ. please. കഴിഞ്ഞു, ഒന്നും വേണ്ട. വാ, ഇവിടെ ഇരുന്നേ. നീ എപ്പോഴാ വന്നേ? ദേ വന്നേ ഉള്ളൂ ചേട്ടാ. യാത്രയൊക്കെ സുഖമായിരുന്നു. ചേട്ടാ, നിങ്ങളൊക്കെ എവിടെ പോയാ? ഈ ഭരത്തിന് സ്ഥലം നോക്കാൻ വേണ്ടി പോയതാ. സൂര്യയുടെ കെയർ ഓഫില. ആണോ ചേട്ടാ? കൊള്ളാം, നല്ല സ്ഥലം. ഇനി ഇവ കൂടി ഇഷ്ടപ്പെട്ട വാങ്ങാം നമുക്ക്. സൂര്യന്റെ സെലക്ഷൻ അല്ലേ, ഒരിക്കലും മോശമാവില്ല. എല്ലാരും അടുത്തുണ്ടാവണമെന്ന് ആന്റി പറഞ്ഞപ്പോഴാ ഞാൻ ആ സ്ഥലത്തെ കുറിച്ച് ഇവനോട് പറഞ്ഞത്. അതെ, എവിടെയാണെങ്കിലും ഞാൻ വിളിച്ചാൽ ഓടിയെത്തണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി ഒരു സന്തോഷ വാർത്ത കൂടെ ഉണ്ട്. ഭാനു വിവാഹത്തിന് സമ്മതിച്ചിട്ടുണ്ട്. ആണോ? ഭാനു, ഇത് എപ്പോ ഇങ്ങ് വന്ന്? കുറച്ചു മുമ്പാ ഭാവനെ. അതെ ചേച്ചി, ഇല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാവരുടെയും ശത്രുവായിട്ട് ഞാൻ പോകും. അപ്പൊ അറിയാൻ നിനക്ക്. കൊള്ളാം. എന്തായാലും നിന്റെ തീരുമാനം നന്നായി മോളെ. എങ്കിൽ പിന്നെ നമുക്ക് ഇവക്ക് പറ്റിയൊരു ഡോക്ടറെ തന്നെ നോക്കാൻ ചെയ്തു. നോക്കാം സൂര്യ. ഈ കുടുംബത്തിലെ അവസാനത്തെ കല്യാണല്ലേ, നമുക്കിത് ഗംഭീരാക്കാം. ഗംഭീരമാക്കാം. ഹാപ്പി അല്ലേ?
ചെക്കപ്പ് ചെയ്തിട്ട് മാനസിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും കാണാനില്ല. ഇതുവരെ നോർമലാ. ഇലക്കറികളൊന്നും കഴിക്കാറില്ല അല്ലേ? ഇലക്കറികളോട് മാനസിക്ക് താല്പര്യം വളരെ കുറവാണ് ഡോക്ടർ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഈ സമയത്ത് കഴിക്കേണ്ടതെല്ലാം കഴിച്ചല്ലേ പറ്റൂ. കഴിക്കുന്നൊക്കെ ഉണ്ട് ഡോക്ടർ, പക്ഷെ എപ്പോഴും ഇല്ലെന്നേ ഉള്ളൂ. അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യം വേണമെങ്കിൽ ഇതുപോലെയുള്ള ഭക്ഷണം നിർബന്ധമായും കഴിക്കണം. ഇതൊന്നും കഴിക്കാത്തതിന്റെ ലക്ഷണം മുഖത്ത് തന്നെ വ്യക്തമാവുന്നുണ്ട്. നമുക്ക് പറയാനല്ലേ പറ്റൂ ഡോക്ടറെ. അതും ശരിയാ. അറിയാലോ, ഡേറ്റ് എടുത്ത് വരിക. ദിവസവും രാവിലെയും വൈകുന്നേരം കുറച്ചു നേരം നടക്കണം. ശരി ഡോക്ടർ. വന്നോളൂ, വരൂ. പ്രഗ്നൻസി ഡേറ്റ് അടുത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ടെൻഷൻ ഉണ്ടാകാറുണ്ട്. ഇവിടെ ഭാവനയ്ക്ക് അത് ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഭാവന ഒരു നേഴ്സ് ആയതുകൊണ്ടാ. എന്നാലും നടക്കാൻ മടിയാണ് ഡോക്ടർ. എത്ര പറഞ്ഞാലും ഒരു 2-3 ചൂട് വെച്ചിട്ട് എവിടെയെങ്കിലും കയറിയിരിക്കും. എന്താ ഭാവന, ഈ പറഞ്ഞത് ശരിയാണോ? നടക്കുമ്പോ ബാക്ക് പെയിൻ ഉണ്ടാവാറുണ്ട് ഡോക്ടർ, അതുകൊണ്ടാ. ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടിയാ ഞാൻ നടക്കാൻ പറഞ്ഞത്. ഭാവനയ്ക്ക് ഞാനത് പ്രത്യേകം പറഞ്ഞു തരണോ? ഇനിയുള്ള ദിവസങ്ങളെങ്കിലും രാവിലെയും വൈകിട്ടും കുറച്ച് നടക്കണം കേട്ടോ. ശരി ഡോക്ടർ. ഞാൻ നോക്കിക്കോളാം ഡോക്ടർ. വെള്ളം നല്ലതുപോലെ കുടിക്കാനും മറക്കണ്ട. ആഹാരം കഴിക്കാൻ ഇത്തിരി മടിയാണെങ്കിലും വെള്ളം കുടിക്കുന്നുണ്ട്. ഓ, അതെങ്കിലും സൂര്യ സമ്മതിച്ചു തന്നല്ലോ. ഭാവന സ്വന്തം വീട്ടിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് റിസ്ക് കുറവാ ഡോക്ടർ. ആന്റി നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലെങ്കിലും ഈ സമയത്ത് അമ്മ നോക്കുന്ന പോലെ മറ്റാർക്കും നോക്കാൻ പറ്റില്ല. അതറിയാവുന്നത് കൊണ്ടാ പഴമക്കാര് 7-ാം മാസത്തിൽ പെൺകുട്ടികളെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടു പോകുന്ന ചടങ്ങ് തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോ സൂര്യയുടെ അമ്മയും ഭാവനയും നല്ലതുപോലെ കെയർ ചെയ്യുന്നുണ്ടല്ലോ. അതും ഭാഗ്യമല്ലേ? അതെ ഡോക്ടർ.